യെസ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് BSc കെമിസ്ട്രി സബ്സിഡറിയിലെ കൊളോയിഡ്സ് ആൻഡ് ഇൻ്റർഫേസസ് അല്ലെങ്കിൽ കൊളോയിഡ് സൊല്യൂഷൻ്റെ ആ യൂണിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഈ യൂണിറ്റും കൂടെ കഴിഞ്ഞിട്ട്, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ യൂണിറ്റാണ് അടുത്ത് ഞാൻ എടുക്കേണ്ടത്. ആ യൂണിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഈ വീക്കെൻഡിലോ ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് വെക്കാം. അതിൽ നമുക്ക് സംശയ ദൂരീകരണത്തിനായിട്ടും അതുപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് സ്പെക്ട്രോസ്കോപ്പി എന്ന യൂണിറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്കറിയാം, കേട്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും അല്ല. ഇറ്റ്സ് എ ബ്രോഡസ്റ്റ് സെൻസ്, ദാറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീലിംഗ് വിത്ത് സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് electromagnetic radiation with matter. That is how electromagnetic radiation എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, that consists of an electric and a magnetic field. They show wave particle, that is a dual nature ഉള്ള radiation ആണ്. അപ്പോൾ that forms the basis of the electromagnetic radiation. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ മനസ്സിലാവുന്നത്, that is we have to see that equation E that is equal to H into mu. E is equal to H into mu. That is a basic equation that followed by an electromagnetic radiation. അല്ലേ? അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ E is equal to H mu എന്ന് പറഞ്ഞ ഇക്വേഷനിൽ mu എന്ന് പറയുന്നത് that is known as frequency and E എന്ന് പറയുന്നത് എന്തായിരിക്കും? എനർജി. and H എന്ന് പറയുന്നത് Planck's constant. That is E is equal to H mu. Mu, that is frequency, we can write as C divided by lambda. Lambda എന്ന് പറയുന്നത് വേവ് ലെങ്ത്തും C എന്ന് പറയുന്നത് വെലോസിറ്റിയുമാണ്. ഓക്കെ, so when we write this equation, that equation modifies to H into C divided by lambda. H into C divided by lambda. Or we can write mu is equal to, equation mu is equal to C divided by lambda. Mu is equal to C divided by lambda. Or 1 by lambda, that is equal to, we can write as a mu bar, that is wave number in centimeter inverse 1. Wave number in centimeter inverse 1. Okay, wave number in centimeter inverse 1. So when we arrange this equation, that becomes H into C into lambda. 1 by lambda എന്ന് പറയുന്നത് mu bar ആണ്. H C into mu bar. That equation becomes E is equal to H C into mu bar. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. that consists of various waves such as radio waves ഉണ്ട്. that is നമുക്കൊരു സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ ആദ്യം വരുന്നു റേഡിയോ വേവ്സ്, RW നമുക്ക് നോട്ട് ചെയ്യാം. ദെൻ അടുത്ത് വരുന്നു മൈക്രോവേവ്സ്, അടുത്ത് വരുന്നു ഇൻഫ്രാറെഡ്, IR എന്ന് പറയും, ഇൻഫ്രാറെഡ്. അത് കഴിഞ്ഞാൽ UV വിസിബിൾ വരുന്നു. അത് കഴിഞ്ഞാൽ X-റേ വരുന്നു. ദെൻ ഗാമ റേ വരുന്നു. Then that becomes extended up to cosmic ray. ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലെ വേരിയസ് ടൈപ്സ് ഓഫ് rays, that is radiation, is arranged. That is with respect to increasing order of frequency. When we start from radio waves, the frequency will increase. That frequency will increase എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E that also will increase. Energy
also will increase. That is E is equal to നമ്മൾ പറഞ്ഞ ഇക്വേഷൻ എച്ച് മ്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. E is equal to h മ്യൂ. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ചുകൊണ്ട് when energy increases mu also increases, frequency also increases. That is റേഡിയോ വേവ്സിന് എനർജി കുറവാണ്, മൈക്രോവേവ്സിന് കൂടുതലാണ്, പിന്നെയും കൂടും IRന്, യു വിസിബിൾ, ഗാമാറേ, എക്സ്റേ, അങ്ങനെ കോസ്മിക് റേ. ദാറ്റ് ഈസ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് വാട്ട് യു കോൾഡ് ആസ് ഫ്രീക്വൻസി ഓർ എനർജി. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി പറയുമ്പോൾ വേറെ നമുക്ക് എടുക്കാം ലാംഡ അല്ലേ, മ്യൂസിക്കൽ ടു സി ബൈ ലാംഡ. വെൻ ദ എനർജി ഇൻക്രീസസ്, ദറ്റ് ഈസ് ദറ്റ് എനർജി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, കൂടുന്നതനുസരിച്ച് what happens, ലാംഡ ഈസ് ഇൻവേഴ്സ് റിലേഷൻ ആണ്, ലാംഡ വിൽ ഡിക്രീസ്. അതാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻഫ്രാറെഡിൻ്റെയും അൾട്രാവയലറ്റിൻ്റെയും ഇടയ്ക്ക് ചെറിയൊരു പാർട്ടുണ്ട്, ചെറിയൊരു പാർട്ട് ഇങ്ങനെ നമുക്ക് എടുക്കാം, ചെറിയൊരു പാർട്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വിബ്ജിയോർ. ദാറ്റ് ഈസ് അവർ ഫോക്കസ് ടീം. ദാറ്റ് ഈസ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, റെഡ് അതില്ലേ, ദാറ്റ് ഈസ് വിസിബിൾ സ്പെക്ട്രം എന്ന് പറയാം. ദാറ്റ് ഈസ് വിസിബിൾ ലൈറ്റിൻ്റെ സ്പെക്ട്രം ദാറ്റ് കൺസിസ്റ്റ് ബിറ്റ്വീൻ IR ആൻഡ് UV വിസിബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ജനറൽ ഫീച്ചേഴ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി പറയുകയാണെങ്കിൽ, വെൻ വി ടോക്ക് അബൌട്ട് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി, അതിൽ നമ്മൾ വെൻ ലൈറ്റ് റേഡിയേഷൻ ഓഫ് ഹാവിങ് energy E that is equal to h mu interact with matter or whatever material, എന്തെങ്കിലും ആയിക്കോട്ടെ മെറ്റീരിയൽ, there can be exchange of energy, that is energy E that can be exchanged with the molecule or the compound, where the molecule can shift the energy level to a higher state. That is a change in energy delta E that will be equal to E2 minus E1. That is, there is a exchange of energy between what you call as different energy levels. അപ്പോൾ അവിടെ ആ മോളിക്യൂൾസിന് അല്ലെങ്കിൽ മാറ്ററിന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്നും എനർജി കിട്ടി, അതൊരു ഹയർ സ്റ്റേറ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ ജമ്പ് ടു എ ഹയർ സ്റ്റേറ്റ് ഫ്രം E1 to E2, ഓർ ഇറ്റ് ക്യാൻ കം ഫ്രം E2 ഒരു ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലേക്കും നടക്കാം. അപ്പോൾ whether there is a change in energy with respect to delta E, that is energy is absorbed, or radiation of energy absorbed, we will get what you call as a absorption spectra. If the energy that is released, it is from higher energy to a lower energy, the radiation is having a emission spectra. That is in terms of what you call as a emission of radiation. That is other kind is absorption of radiation. അപ്പോൾ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് E2 minus E1 ആണെങ്കിലും the change in energy, that is E2 minus E1, that is absorbed in the form of h mu, that is in the form of E2 minus H1, E2 minus E1 is equal to h into mu. Okay, so that way we can see that energy of the molecule, that is we can write as energy that E that is equal to rotational energy plus vibrational energy plus electronic energy level. That is rotational, vibrational and electronic energy level. That is energy possessed by molecule by virtue of bodily rotation, that is called rotational energy. If it is undergoing vibration, vibration energy, or energy associated with the distribution of electrons, that is electronic energy, distribution of electrons of the molecule, that goes to the what you call as electronic energy.
അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് വി ക്യാൻ അസ്യൂം ദാറ്റ് കൺസിസ്റ്റ് ഓഫ് റൊട്ടേഷണൽ, വൈബ്രേഷണൽ ആൻഡ് ഇലക്ട്രോണിക് എനർജി ലെവൽ. അപ്പോൾ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൽ when the light interact with the matter, there can be change with respect to rotational energy, vibrational energy or electronic energy level. ഈ ചേഞ്ചസ് എന്താണ് എന്നാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ മനസ്സിലാക്കുന്നത്. What is the change or what is the energy change that is happening when light rays or electromagnetic radiation interact with the matter, where there is a change in the rotational energy of a molecule, or whether there is a change in vibrational energy or in the electronic energy level. That way, spectroscopy is divided into various types, various kinds or types. So depending upon the interaction of radiation, E is equal to നമ്മുടെ നേരത്തെ പറഞ്ഞ equation h mu, h mu with respect to matter. There are different kinds. We can write as rotational spectroscopy, 2 vibrational spectroscopy, 3 that is called as a Raman spectroscopy, then 4 electronic, that is UV visible electronic spectroscopy, then 5 that is NMR spectroscopy. Okay, ഇങ്ങനെ different kinds of spectroscopic techniques we can see. That is for light, for a molecule when it interact with an electromagnetic radiation having E is equal to h mu, quantum of energy. അപ്പോൾ ഒരു quantum of energy absorb ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഹയർ സ്റ്റേറ്റിൽ നിന്നും ഒരു മോളിക്യൂൾ ലോവർ സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിലോ there occurs a change in energy level that is represented as delta E, that is also already written, that is E2 minus E1, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ചേഞ്ച് ഇൻ എനർജി ലെവല് ദാറ്റ് ക്യാൻ ഹാപ്പൻ വിത്ത് റെസ്പെക്ട് ടു റൊട്ടേഷണൽ, വൈബ്രേഷണൽ ഓർ ഇലക്ട്രോണിക്. അപ്പോൾ ന്യൂക്ലിയയുടെ കേസിലാണെങ്കിൽ ന്യൂക്ലിയർ, അല്ലെങ്കിൽ നമ്മൾ രാമൻ സ്പെക്ട്രോസ്കോപ്പി എടുക്കുകയാണെങ്കിൽ അവിടെയാണെങ്കിലും അതുപോലുള്ള ചേഞ്ച് ഇൻ, ദാറ്റ് ഈസ് വെൻ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് പാസ്ഡ് ദർ റിക്വയർസ് സ്കാറ്ററിങ്, അല്ലെങ്കിൽ സ്കാറ്ററിങ് ഇല്ലാതെയോ എന്ത് രീതിയിൽ. അപ്പോൾ ദാറ്റ് വേ we can have different type of spectroscopic technique depending upon the sort of energy change that is happening in the molecule. ഇതിൽ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, that is with respect to how these energy levels that are getting quantized, ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ, ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷനിൽ that is total that is total energy, as I written earlier, it consists of E electronic plus E rotational plus E vibrational ആണ് വരുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ ഇ എന്ന് പറയുന്നതും ഇതിൻ്റെ എല്ലാ ഡിഫറൻസ് ആണ്. ഡെൽറ്റ ഇ ഇലക്ട്രോണിക്, ഡെൽറ്റ ഇ റൊട്ടേഷണൽ പ്ലസ് ഡെൽറ്റ ഇ വൈബ്രേഷൻ, അങ്ങനെ വരുന്നതാണ്. ബോൺ ഓപ്പൺഹൈമർ approximation takes into consideration the great differences in masses and the consequent differences, that is differences that arise in speed of motion or of the electrons, speed of motion or of the electrons or nuclei. Okay, so this way Born Oppenheimer approximation, there is a motion of the nucleus is so slow compared to the speed at which electrons move that the electrons can respond almost instantaneously to displacement. So that way
we can see that the total energy of a molecule in space is the sum of many forms of energy such as electronic, vibrational and rotational energy level. അതാണ് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷനിലെ that is taking into consideration that is the difference in masses and the consequent difference in speed of the electrons or the nuclei. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് that is infrared spectroscopy, that is called as വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയും അതിൻ്റെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓവർടോൺസ്, ഫണ്ടമെൻ്റൽ ബാൻഡ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് മോഡ്യൂൾ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഷെഡ്യൂൾ വരുമ്പോഴത്തേക്കും ഇതൊന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇന്ന് ഇത്രയും നേരം എടുത്ത കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഓക്കെ.